ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റാല ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ എത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹമാണ് ട്രെയിനിങ്ങിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. കൂടാതെ ഫിറ്റ്നസ് പരിശീലകനായിക്കൊണ്ട് റാഫ മോണ്ടനഗ്രോ എന്ന വ്യക്തി കൂടി അവിടെയുണ്ട്. ഡേവിഡ് കറ്റാലക്ക് മുന്നിലുള്ള ഒരു വലിയ ലക്ഷ്യം എന്നുള്ളത് വരുന്ന സൂപ്പർ കപ്പാണ്. ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെയാണ് നേരിടുക. ഏതായാലും ഈ സ്പാനിഷ് പരിശീലകന്റെ ഒരു ശൈലി എങ്ങനെയാവും അത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഡേവിഡ് കാറ്റാല തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റാക്കിങ്ങിൽ തന്റെ ടീം വളരെയധികം അഗ്രസീവ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ബോൾ പൊസഷൻ കൈവശം വെക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അറ്റാക്കിങ്ങിൽ എൻ്റെ ടീം വളരെയധികം അഗ്രസീവ് ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ബോൾ കൈവശം വെക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ താരങ്ങൾക്കും ടീമിനോട് കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളതാണ്. ആത്മാർത്ഥത എല്ലാ താരങ്ങൾക്കും വേണം. എല്ലാവരും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം. അതായത് ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ താരങ്ങൾ തയ്യാറാവണം എന്നാണ് ഇപ്പോൾ ഈ ഒരു പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ അറ്റാക്കിംഗ് ഗെയിം നമുക്ക് ഇദ്ദേഹത്തിന് കീഴിൽ കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ദൗർബല്യം അത് ഡിഫൻസ് തന്നെയാണ്. കഴിഞ്ഞ ഈ ഒരു ISL സീസണിൽ വളരെ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നടത്തിയിട്ടുള്ളത്. അത് പരിഹരിക്കാൻ ഈ പരിശീലകന് കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.